നല്ല പച്ചപ്പായിട്ടുള്ള പടുകൂറ്റൻ കുന്നുകൾ, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും നല്ല തണുത്ത മഞ്ഞത്ത് ചെറുതായിട്ട് മഴയും കൊണ്ട് ഇന്ന് നമ്മൾ ഇതൊക്കെ ആസ്വദിക്കാൻ പോവാണ്. നമ്മൾ പോകാൻ പോകുന്നത് വേറെ എവിടെയല്ല, ബ്രഹ്മഗിരി ഹിൽസിലാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ബ്രഹ്മഗിരി അല്ലേ. ഇതിവിടെ നാസിക്കിലുള്ള ബ്രഹ്മഗിരി മൗണ്ടൻസ്. ഏകദേശം നാസിക് ടൗണിൽ നിന്ന് 10-20 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ട്രക്കിംഗ് പോയിന്റ് ആണ് ഈ ബ്രഹ്മഗിരി. ട്രിംബകേശ്വർ അമ്പലത്തിൽ നിന്ന് നേരെ കാണുന്ന വഴി പിടിച്ചാൽ ഈ ട്രക്കിംഗ് പോയിന്റിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഏകദേശം വരുന്ന വഴിക്ക് തന്നെ ഈ കണ്ടില്ലേ, ഇതേപോലത്തെ നല്ല വ്യൂസ് ഒക്കെ നമ്മൾ കാണാൻ പറ്റും. ഇവിടെ വരെ തന്നെ വന്നിട്ട് തിരിച്ചു പോകുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിന്ന് ഫുള്ളായിട്ട് മേലെ കയറി ഒരു 80% എങ്കിലും കവർ ചെയ്യണം എന്നുള്ള ഐഡിയയിലാണ്. ഇങ്ങോട്ട് കയറുന്ന വഴികളൊക്കെ നല്ലോണം വൃത്തിക്ക് തന്നെ കല്ലൊക്കെ ഇട്ട് സൈഡിൽ റിവേറ്റ്മെന്റ് ഒക്കെ കെട്ടി സേഫ് ആയിട്ട് തന്നെ ഉള്ളത്. പിന്നെ രണ്ട് സൈഡിലും മുളങ്കാടാണ് കേട്ടോ. ഈ കണ്ടില്ലേ, അതിനിടയ്ക്ക് ഒരുപാട് പക്ഷികളൊക്കെ കരയുന്ന ഒച്ചയും കേൾക്കാം. മേലേന്ന് മലയിന്ന് ഉറവ് പൊട്ടി വരുന്ന വെള്ളം റോട്ടിൽ കൂടെ തന്നെയാണ് ഒഴുകുന്നത്. ആ വെള്ളം ചവിട്ടിയാണ് നമ്മൾ മേലെ വരെ നടന്നു പോകേണ്ടത്. ഞാൻ പോയ അന്ന് ഒരുപാട് പേര് മേലോട്ടും കയറുന്നുണ്ടായിരുന്നു, താഴേക്കും ഇറങ്ങുന്നുണ്ടായിരുന്നു. മേലെ ഒരു അമ്പലമുണ്ട്, അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന ഭക്തന്മാരും ഉണ്ട് കൂടെ. അവരൊരു പ്രത്യേക പ്രാർത്ഥനയും ചൊല്ലി അങ്ങനെ പോകുന്നുണ്ട്. ഏകദേശം കയറി കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ ഈ ഒരു കടകളൊക്കെ കണ്ടു. ഈ കടേന്റെ ഉള്ളിലൂടെ കയറിയിട്ടാണ് നമ്മൾ മേലോട്ട് പോവുക. ഈ കടകളിലും കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല, ചെറിയതായിട്ടുള്ള ചോളം, പേരയ്ക്ക പോലത്തെ സീസണിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളേ. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ വെള്ളച്ചാട്ടം. ഇതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണവർക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കുളിക്കണമെന്നുള്ളവർക്ക് കുളിക്കുകയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്നും കുളിക്കാൻ താല്പര്യമില്ലെങ്കിൽ മേലെ വരെ ഒന്ന് കയറിയിട്ട് ഇറങ്ങിയാൽ തന്നെ മതി. ഫുള്ളായിട്ട് നിങ്ങൾ നനയും. കാരണം നമ്മളിപ്പോൾ കയറി പോകാൻ പോകുന്ന വഴി മൊത്തം തന്നെ വെള്ളം മേലേന്ന് ഒഴുകുന്ന വഴികൾ തന്നെയാണ്. ഇവിടെ വലിയ അപകടമായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാണ്ട് കയറി ഇറങ്ങാൻ പാകത്തിനുള്ള ചെറിയ കയറ്റങ്ങൾ തന്നെയാണ് ഉള്ളൂ. ഓരോ സ്റ്റെപ്പ് കഴിയുന്ന സ്ഥലത്തും ഇതുപോലത്തെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയേക്കുന്നതാണ്. ഓരോ സ്ഥലത്ത് ഇതേപോലത്തെ ഗുഹകൾ ഉണ്ടാക്കിയിട്ട് ഗുഹകളുടെ അകത്തുണ്ട് ഓരോ ശില്പങ്ങൾ. ഇവിടെ അധികം ഉള്ളതും ഹനുമാന്റെ രൂപങ്ങൾ തന്നെയാണ് കേട്ടോ. മേലെ ഒരു അമ്പലമുണ്ട്, അമ്പലവും ഹനുമാന്റെ തന്നെയാണ്. ബ്രഹ്മഗിരി ഹിൽസിന്റെ ഏകദേശം മേലെ നമ്മളെത്തി. ഇവിടെയുള്ള അടിപൊളി വിഷ്വൽ ട്രീറ്റുകളൊക്കെ പെട്ടെന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന സമയത്ത് ഫുള്ളായിട്ട് തൊട്ടു മുമ്പിലുള്ള സാധനങ്ങൾ പോലും കാണാത്തത്ര വല്ലാത്ത മഞ്ഞ്. ഏതായാലും കുറെ ആൾക്കാർ മേലോട്ട് കയറി വരുന്ന ഭാഗം നോക്കി ഞാൻ നടന്നു. നല്ല മഞ്ഞുണ്ട്, അതിനോടൊപ്പം തന്നെ മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് മേലെ തന്നെയുള്ള ആദ്യത്തെ ഒരു കട കാണുന്നത്. ഈ കടയിൽ മാഗി പിന്നെ ചായയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ചായ മേടിച്ചു. ചായ ഒരു ആവറേജ് ക്വാളിറ്റി ആണെങ്കിലും ഈ ഒരു വൈബിൽ നിന്ന് കുടിക്കുമ്പോൾ ഒരു ടീ ലവേഴ്സ് എന്നുള്ള രീതിയിൽ നോർമൽ ഡേയ്സിൽ കുടിക്കുന്ന ചായക്കൊന്നും ഈ ഒരു ഫീൽ കിട്ടൂല. അങ്ങനെ അവിടെ തന്നെ ഒരു നൂഡിൽസും വാങ്ങി തന്നു. ഇവിടെ വലിയ വിലയൊന്നും ഇല്ല, ഒരു 60 രൂപയാണ് പേ ചെയ്യേണ്ടതായുള്ളൂ. ഇതാണ് ഇവിടെയുള്ള ഹനുമാന്റെ അമ്പലം. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നനഞ്ഞു പിടിച്ച് കിടക്കുകയാണെങ്കിലും ഭക്തന്മാരൊക്കെ ആത്മാർത്ഥ തന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് തന്നെ ഒരു വയസ്സായ അമ്മേന്റെ അടുത്ത് നിന്ന് കുറച്ച് പൂ ഞാൻ മേടിച്ചായിരുന്നു. ആ പൂ എന്തിനാന്ന് എനിക്ക് ആദ്യം പിടുത്തൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്ന് അമ്പലം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെക്കാനായിരിക്കുന്നത്. അങ്ങനെ ഒരു അമ്പലത്തിന്റെ മൂലയ്ക്ക് ഞാനും ആ പൂക്കളൊക്കെ വെച്ചു. അങ്ങനെ തൊട്ടടുത്ത് തന്നെ വേറൊരു അമ്പലവും കൂടി ഉണ്ട്. ആ അമ്പലത്തിന്റെ അകത്തേക്ക് ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഷൂ അഴിക്കേണ്ട കാരണമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല. ഇവിടെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് കേട്ടോ. നിങ്ങൾ വെറും കൈയോടെ വന്നാൽ ഒരു കുഴപ്പമില്ല, കയ്യിലൊരു ബാഗായിട്ടൊക്കെ വന്നാൽ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നെ അതിൽ മൊബൈലോ പേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഗോപുരങ്ങളുടെ മേലേക്ക് കയറിയിട്ട് നിങ്ങളത് എടുക്കേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ ബാഗ് ഇട്ടിട്ട് ഒന്നും കൊടുക്കാണ്ട് വന്നാൽ നിങ്ങളുടെ കാലയെ പിടിച്ച് നിങ്ങളെ ഇങ്ങനെ ലോക്കാക്കി നിർത്തും. ഇങ്ങോട്ട് വരുന്നതിൽ ഒരു പാതിക്ക് മേലെ ഈ ഒരു അമ്പലം കാണാൻ വരുന്ന, അതായത് അമ്പലത്തിലേക്ക് വരുന്ന ഭക്തന്മാരാണെങ്കിലും എല്ലാവരും തന്നെ ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഈ കണ്ടില്ലേ, ഇതൊക്കെ ഒരുപാട് റീൽസിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും. നേരെ നിന്ന് വാട്ടർഫോൾസുകളുടെ കളിയാണ് ഇവിടെ. ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് ആ ഒരു വെള്ളച്ചാട്ടത്തെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റൊരു മൂലയ്ക്കും വേറൊരു അമ്പലം കൂടി ഞാൻ കണ്ട്. അപ്പോൾ അതോടെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഏതായാലും ഞാൻ അമ്പലത്തിന്റെ അടുത്തെത്തി. അപ്പുറമുള്ള അമ്പലത്തിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ ഇത് പക്ഷേ ഒരു ചെറിയ അമ്പലമാണ്. ഇതിന്റെ മുമ്പിൽ തന്നെ ഒരു 2 കടകളും ഉണ്ട്. ഈ കടകളിലും കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടൂല, ചോളം ചുട്ടതൊക്കെ തന്നെയാണ് ഇവിടെയും കിട്ടുള്ളൂ. ഏതായാലും ഈ ഒരു ബ്രഹ്മഗിരി ഹിൽസിന്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ എന്ന് ഞാൻ കരുതിയ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ ഈ ഒരു മലയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കണ്ടില്ലേ, ആ മലയുടെ 2 ഭാഗത്തും വെള്ളച്ചാട്ടങ്ങൾ, നടുക്ക് ഒരു പടുകൂറ്റൻ കുന്ന്, മൊത്തത്തിൽ പച്ചപ്പും അതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് മഞ്ഞും. എന്തൊക്കെയായാലും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ഫീൽ എന്ന് പറയുന്നത് വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ചുകൂടെ മേലേക്ക് കയറിപ്പോയപ്പോഴാണ് എനിക്കൊരു സംഭവം പിടികിട്ടിയത്. ഈ ബ്രഹ്മഗിരി ഹിൽസിന്റെ മെയിൻ ആയിട്ടുള്ള വ്യൂ ഇവിടെയല്ല, ഇതിനും നേരെ അപ്പുറം കാണുന്ന സ്ഥലത്താണ്. അങ്ങോട്ട് പോകണമെങ്കിൽ താഴേക്കുള്ള വഴിക്കിടെ നടന്നു പോകണം. പക്ഷെ മഴ ആയതുകൊണ്ടും നല്ലോണം വഴുക്കലുള്ളതുകൊണ്ടും തന്നെ അങ്ങോട്ട് അധികം ആരെയും കയറ്റിവിടുന്നില്ല എന്ന്. എന്തൊക്കെയായാലും ഇവിടെ തന്നെ നല്ലൊരു വ്യൂ കാണാനുണ്ട്. അതിനോടൊപ്പം തന്നെ അപകടവും തീരെ കുറവുള്ള സ്ഥലമൊന്നല്ല. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ അപ്പുറയും ഇപ്പുറയും കുഴികൾ തന്നെയാണ്. നടുക്ക് ഏകദേശം ഒരു 5 അടി മാത്രമാണ് ഗ്യാപ്പേ ഉള്ളൂ നമ്മൾ നടക്കാൻ. സൈഡിൽ സേഫ്റ്റിക്ക് വേണ്ടി യാതൊരു കമ്പികളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല.
കാണുവാനും. താഴോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പോലുള്ള ഒന്നും തന്നെ അവിടെ കാണാനുമില്ല. നല്ലോണം കാറ്റും വീശുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ബാലൻസും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ താഴേക്ക് തന്നെ തിരിച്ചു പോകാന്ന് വെച്ചു. താഴേക്ക് പോകുമ്പോൾ എന്നെ പോലെയുള്ള കുറെ കൂട്ടുകാരെ ഞാൻ കണ്ടു. വേനൽക്കാലത്ത് ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളുടെ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് മാറ്റണം കേട്ടോ. കാരണം വേനക്ക് ഈ ഒരു മലയും ഈ ഒരു കുന്നും മൊത്തം തന്നെ കരിഞ്ഞുണങ്ങി കിടക്കും. ആ സമയത്ത് വന്നാൽ വെയിലും കൊണ്ട് പോകാന്നല്ലാണ്ട് വേറെ ഒരു സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടൂല കേട്ടോ. പിന്നെ അമ്പലത്തിൽ വരുന്ന ആൾക്കാർക്ക് വരാം, അല്ലാത്ത ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു മൺസൂൺ സീസണ്, അതായത് ഏകദേശം ഒരു നവംബറിന് മുമ്പിൽ വന്നിട്ട് പോകണം. ഇവിടുത്തെ ഉറവകളൊക്കെ പറ്റി ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ മല കാണാൻ ഒരു നോർമൽ മല തന്നെയാണ്, വേറൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാതെ. ഇങ്ങനെ നല്ല മലകളും പിന്നെ നല്ല ട്രെക്കിംഗ് എക്സ്പീരിയൻസ് വേണമെന്നുള്ളവരും അതേപോലെ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടം കാണണം എന്നുള്ളവർക്കൊക്കെ ഉറപ്പായിട്ട് തന്നെ വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബ്രഹ്മഗിരി ഹിൽസ്. ഈ യാത്രകളുടെ വീഡിയോ ഇവിടെ ഒന്നും കഴിയുന്നില്ല, തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.